കേരളത്തിൽ അധികമാരും കാണാത്ത മന്തിക്കും ബിരിയാണിക്കും വേണ്ടിയുള്ള അടുപ്പാണ്. ഗംഭീരമായിട്ട് ഇത് ഇവിടെ കത്തുകയാണല്ലേ? ഇത്രയും പവറിൽ ഇത് കത്തുവോ? പൊറോട്ട കല്ല്. വാവ്! ഗ്യാസ് ഇല്ലാതെ ഗ്യാസ് പോലെ കത്തിക്കുന്ന, ഇതിന് പൊറോട്ട മാത്രമാണോ ചൂടുന്നത്? ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്. അതെ, അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു പുകയും കാണാനില്ല. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതിൽ വലിയ പാത്രവും ചെറിയ പാത്രവും വെക്കാം. ഓ, അത് ശരി. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിന് വരുന്നുണ്ട്. 4 ലക്ഷം രൂപയുടെ മേളിൽ വരുന്ന മെഷീനറി ഞങ്ങൾ ഇപ്പോൾ വെറും 3 ലക്ഷം രൂപയ്ക്ക് ഓണം ഓഫറായിട്ട് കൊടുക്കുന്നു. F0 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വലിയ വെളിച്ചം KSIDC ഇൻഡസ്ട്രിയൽ പാർക്കിലാണ്. നിങ്ങൾ ഈ കാണുന്ന ബേക്ക് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്റെ മുന്നിൽ കാണുന്ന ഒത്തിരി അടുപ്പുകൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അടുപ്പിനെ കുറിച്ചിട്ടല്ലേ? കാരണം ഗ്യാസിന്റെ വിലയൊക്കെ കൂടിയിരിക്കുകയാണ്. നമുക്ക് പല രീതിയിൽ കത്തിക്കാൻ പറ്റുന്ന അടുപ്പുകളുടെ ഒരു ലോകം തന്നെയാണ് ബേക്ക് ടെക് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ്. ഇന്നിപ്പോ നമ്മുടെ കൂടെ ബേക്ക് ടെക്കിന്റെ ഓണർ ആയിട്ടുള്ള പ്രേമാട്ടൻ കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു ബേക്ക് ടെക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ബേക്ക് ടെക് മെഷീൻ ഫാക്ടറി തുടങ്ങിയിട്ട് 25 വർഷം. തുടക്കം എങ്ങനെയാണെന്ന് ശരിക്കും? തുടക്കം ഞങ്ങൾ ചിപ്സ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അതിൻ്റെ ആവശ്യങ്ങളാണ് ഞങ്ങൾ പിന്നെ ഈ മിഷനറിയിലേക്കെല്ലാം വരുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നു, ആൾക്കാർ വന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ അടുപ്പിലേക്ക് സജീവമായി. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു അടുപ്പാണ് ഈ കാണുന്ന മന്തി ഉണ്ടാക്കുന്ന അടുപ്പ് അല്ലേ? മന്തിൻ്റെ ഒരു സ്റ്റേജ്, ചോറ് പകുതി വേവിക്കുന്ന സ്റ്റേജ് ഉപയോഗിക്കുന്നത്. അതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് ബിരിയാണിയും മറ്റതുമാതിരി വലിയ രീതിയിൽ ചെയ്യേണ്ട എന്ത് ബൾക്ക് കുക്കിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു അടുപ്പായി. ഇതിൽ നമുക്ക് ഈ വിറകിന്റെ ഒക്കെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്? വലിയ വിറക് വെക്കാൻ പറ്റില്ല, ചെറിയ വിറകാണോ? എങ്ങനെയാണ് ഇത് വരുന്നത്? ഇത് വിറകല്ല, ഇത് പെല്ലറ്റ് ആണ്. വിറകല്ല, ഇത് പെല്ലറ്റ് ആണ്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ തീ കൊടുത്തു. ഇത് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ കൺട്രോൾ പാനലാണ്. എങ്ങനെ ചൂട് കൂട്ടാൻ? ചൂട് നമുക്കൊരു ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിം വേണ്ട, വളരെ നോർമലിൽ വെക്കാം. കുറച്ച് വെക്കാം. കൂട്ടണമെങ്കിൽ പെല്ലറ്റിന്റെ ഫീഡിങ് കൂടും, കുറക്കുമ്പോൾ പെല്ലറ്റിന്റെ ഫീഡിങ് കുറക്കും. നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ, അതായത് പെല്ലറ്റ് അതിലേക്ക് വീണുകൊണ്ടിരിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത് അല്ലേ? അതെ, അളവ് കുറക്കും. ഓക്കെ, അത് കൂടുതൽ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് കത്തും. കുറച്ച് വീണ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് 1000 രൂപയുടെ ഗ്യാസിന് 200 രൂപയുടെ പെല്ലറ്റ് അത്രേ വേണ്ടു. ഇതിനൊരു ബ്ലോവറും വരുന്നുണ്ടല്ലേ? അതെ, ഇതിനൊരു ബ്ലോവർ ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ലഭിച്ച് കത്താൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ചെമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം കൊണ്ട് ഇത് വെള്ളം തിളക്കാൻ സാധ്യത ഉണ്ട്? 15 മിനിറ്റ് കൊണ്ട് വെള്ളം തിളക്കും. ഏകദേശം ഒരു 15 മിനിറ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വന്നു അല്ലേ? വെള്ളം കുറച്ചേ ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്നാൽ ഫാസ്റ്റ് ആയിട്ട് ഇത് കത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിന്റെ പെർഫോമൻസ് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരിക. അതെന്താ അത്ര ഒരു ചെറിയ ആ ഒരു താമസം എന്തുകൊണ്ടാണ് വരുന്നത്? അതിന്റെ അകത്ത് ആ പ്രത്യേകതരം സിമന്റ് ചൂട് പിടിച്ചു കഴിയുമ്പോഴാണ് തീ ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ നന്നായിട്ട് ചൂടായി വരണം. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്. അതെ, അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു പുകയും കാണാനില്ല. ഇവിടെ പുകയൊന്നും ഇല്ലല്ലേ? പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരടുപ്പാണ് ഇത്. പൊറോട്ട കല്ല്. പൊറോട്ട ചൂടുന്നത്. പൊറോട്ട, ദോശ, ചപ്പാത്തി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചുട്ടെടുക്കുന്നത്. ഓ, അത് ശരി. ഓക്കെ. ഇത് വിറകിലാണ്. ഇതും വിറകിലാണ്. രണ്ടും ഒരേപോലെ നമുക്ക് ഇതിൽ ചുട്ടെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 40ഓളം എണ്ണം കൊടുത്തു കഴിഞ്ഞു. അവരൊക്കെ തന്നെ 100% സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇതിന് പുകയുടെ പ്രശ്നങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇല്ല, പുകയുടെ പ്രശ്നങ്ങൾ അങ്ങനെ കട്ട പുകയായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. ചെറിയ ആവി പോലെ ഇങ്ങനെ ഇതിനകത്ത് മേളോട്ട് പോകും. അതിനാണ് ഇവിടെ നിങ്ങളൊരു കുഴൽ കൊടുത്തിരിക്കുന്നത്. ഈ പൊറോട്ടക്കല്ലിന്റെ ചാര എങ്ങോട്ടാ പോകുന്നത്? അതിന്റെ നേരെ താഴത്ത് അതിന്റെ ട്രേ ഉണ്ട്. ആ ട്രേനകത്ത് താഴെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ടല്ലേ? ട്രേ കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഇതിലേക്ക് വീണ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് വൃത്തിയാക്കാം. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിന്റെ സ്വന്തം റോക്കറ്റ് അടുപ്പാണ്. ഇതിന്റെ കുറേ വെറൈറ്റീസ് നിങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ? അതെ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് 14 ഇഞ്ചിന്റെ റോക്കറ്റ് അടുപ്പാണ്. ഓക്കെ. ഇതാണ് അതിന്റെ വിറയിട്ട് കൊടുക്കാനുള്ള സ്ഥലം. ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ. പിന്നെ അതിന്റെ ബ്ലോവർ, ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലോവറും. മറ്റ് അടുപ്പുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമായ അടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ചാരം പുറത്തേക്ക് പറക്കില്ല. ചാരം ഇതിന്റെ അടിയിൽ ചേമ്പറിലേക്കാ പോകുന്നത്. അത് താഴെ നമ്മൾ തറയിൽ വീഴില്ല, അന്തരീക്ഷത്തിൽ പറക്കുകയില്ല. 1-2 ആഴ്ച കൂടുമ്പോൾ ഡോറ് തുറന്നിട്ട് ചാരം എടുത്ത് മാറ്റാം, പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മളെ 20 ഇഞ്ച് അടുപ്പാണ്. ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പ് അല്ലേ? വലിയ ടൈപ്പ്. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താ ശരിക്കും ഉപയോഗിക്കുന്നത്? ഇതിൽ ലാട്രിക്കേറ്റ് എന്ന് പറയുന്ന ചൂള കെട്ടാൻ ഉപയോഗിക്കുന്ന സിമന്റാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വരുന്നത്? ഇത് ചൂട് പിടിക്കുന്നതിലൂടെ സിമന്റ് ടെമ്പർ ആവും. ഓ, അത് ശരി. അങ്ങനെ ഒരു 10-20 വർഷത്തേക്ക് ഇതിന് യാതൊരു ഡാമേജും വരില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ പാത്രവും ചെറിയ പാത്രവും വെക്കാം. ഓ, അത് ശരി. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിന് വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പാത്രം 20ന്റെ വലിയ 15-20 കിലോ അരി ചോറൊക്കെ വെക്കാവുന്ന പാത്രം വെക്കാം. ഓക്കെ.
ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കണം. ആ കറി ഉണ്ടാക്കാൻ അതാ ഇത് വെച്ചിട്ട് എടുത്ത് വെച്ച ഒരു ചെറിയ പാത്രം ഇതിൽ വെക്കാം അല്ലേ? ചെറിയ പാത്രം. അടിപൊളി. ഇത് ഞങ്ങളെ വേറൊരു ടൈപ്പ്. ഇതിനെന്താ പ്രത്യേകത വരുന്നത്? ഇത് ഉയരം കൂടിയൽ ഉള്ളൊരു അടുപ്പാണ്. ഇത് കുറച്ചൊരു ഹൈറ്റ് കൂടുതൽ വരുന്നുണ്ട് അല്ലേ? ഇത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഹൈറ്റിലൊക്കെ ചെയ്യണം എന്നുള്ളത്. അതെ, ആ കിച്ചന്റെ മേശയ്ക്ക് ലെവലിൽ ഇങ്ങനെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ പ്രകാരം ചെയ്യുന്നു. അധികം കുനിഞ്ഞു നിന്ന് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കുള്ള ആ ഒരു ടൈപ്പ് അല്ലേ? അതെ. ഇതിന് കാലിന് ഒരു ഹൈറ്റ് കൂടുതൽ കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വിറകാണ് ഉപയോഗിക്കുന്നത്, മറ്റെന്തെങ്കിലും ആണോ ഉപയോഗിക്കുന്നത്? ഇതിൽ വിറക് ഉപയോഗിക്കാം. ഇനി വിറക് കിട്ടാനോ അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രിക്കറ്റ് ഉപയോഗിക്കാം. ബ്രിക്കറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ. ഇത് കുറച്ചുകൂടെ വലിയൊരു അടുപ്പാണ്. ഇതേപോലെ നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളതാണ് അല്ലേ? കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് പണി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓർഡർ പ്രകാരം കസ്റ്റമർ ആവശ്യം എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു കസ്റ്റമൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതെ ഉണ്ട്. ഇതൊരു വലിയ മലപ്പുറത്തുള്ള വലിയ കമ്പനിക്ക് വേണ്ടി ഓർഡർ പ്രകാരം തയ്യാറാക്കിയതാണ്. ഇത് മുറുക്ക്, ജിലേബി അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഇത് പ്രത്യേകമായിട്ട് ഒരു അടുപ്പാണ് അല്ലേ? അതെ. ഇത് തുറന്നിട്ട് ഇതുവഴിയാണ് വിറക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് ഈ പുക പ്രശ്നം നമുക്ക് പുറത്തേക്ക് കുഴല് വഴി പുറത്തേക്ക് കൊണ്ടുപോകാം. ഞങ്ങൾക്കിപ്പം പ്രത്യേകമായിട്ട് പറയാൻ, ഞങ്ങളെ ഈ ബേക്ടെക് 25 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓണത്തിന് ആദ്യം വരുന്ന 20 പേർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് ഇപ്പം പ്രഖ്യാപിക്കുന്നത്. ഏകദേശം 4,05,000 രൂപ വരെ വരുന്ന ഈ ഇത്രയും മെഷീനുകൾ, ഈ നിരത്തി വെച്ചിരിക്കുന്ന മെഷീനുകൾ മുഴുവൻ തന്നെ ഞങ്ങൾ 3 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു യൂണിറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രവൃത്തിയും ഇതിൽ പൂർത്തീകരിക്കാൻ കഴിയും. ഏതൊക്കെ മെഷീൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇത് ഞങ്ങളെ മാവ് കുഴക്കാനുള്ള ഒരു മെഷീനാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ ഇത് മിക്സ്ചർ, മുറുക്ക്, പക്കാവട എല്ലാം കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു 5-8 ഐറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ. ട്രോളി ടൈപ്പ്. പിന്നെ ഇത് ഒരു ചെറിയ അടുപ്പ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശർക്കര പുരട്ടി, മധുരസേവ അങ്ങനത്തെയൊക്കെ ഉള്ള പ്രവർത്തനം ചെറിയ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരടുപ്പ്. പിന്നെ ഞങ്ങൾ വരുന്ന ഇത് ഒരു മാൾട്ടി കട്ടർ. ഇതൊന്നും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതെ. ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നീളം കായ്, പഴം, ചിപ്സ്, ലോങ്, തിരുവിതാംകൂർ ഭാഗത്ത് മലബാർ എന്നും മറ്റു പല പേരിലും പറയുന്ന ആ സാധനം ഉൾപ്പെടെ ചെയ്യാൻ കഴിയുന്ന ഒരു മാൾട്ടി കട്ടറാണ് ഇത്. എല്ലാ രീതിയിലുള്ള കട്ടിങ്സും നമുക്ക് ഇതിൽ നടക്കും. എല്ലാ രീതിയിലുള്ള. സാധാരണ രീതിയിൽ ആദ്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്യാൻ പ്രത്യേക മെഷീൻ ആയിരുന്നു. അതെ അതെ. അതും കൂടി ഇതിനകത്ത് വരുന്നത്. അതായത് ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ കട്ടിങ് ബേസ് എല്ലാം ചെയ്യാം. ഉരുളക്കിഴങ്ങ്, കപ്പ, ബനാന, ചേമ്പ്, ബീട്രൂട്ട് എന്തെല്ലാണോ നമ്മൾ പൊരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതെല്ലാം കട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഓട്ടോമാറ്റിക് ഫ്രയർ ആണ്. ഇത് 2 വേരിയന്റിലുണ്ട്. വിറകിലും ഉണ്ട്, പെല്ലറ്റിലും ഉണ്ട്. അത് ഏതാണോ കസ്റ്റമറുടെ ചോയ്സിന് നമ്മൾ കൊടുക്കും. അതിനനുസരിച്ച് ഇതിൽ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ വരുന്നതാണ് ഈ പാക്കിംഗ് ടേബിൾ. ഒരു യൂണിറ്റ് തുടങ്ങാൻ പാത്രവും ചില്ലറ സാധനവും വാങ്ങിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു യൂണിറ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 20 പേർക്കാണ് മാത്രമേ കൊടുക്കൂ. ഈ ഒരു മെഷീൻസ് ഒക്കെ കാണുന്ന സമയത്ത് ആളുകൾക്ക് വേറൊരു സംശയം കൂടി ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഈ മെഷീൻസ് ഒക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടോ? ഉണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാം പ്രവർത്തിപ്പിച്ച് കാണാം. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർക്ക് കായോ കപ്പയോ മാവോ എല്ലാം കൊണ്ടുവന്ന് ഇവിടുന്ന് പ്രവർത്തിപ്പിച്ച് അതിന്റെ തൃപ്തിയായിട്ട് പോവാം. അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു മെഷീൻ എവിടെ വരെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ലോകം മുഴുവനാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗൾഫിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ മെഷീൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ചെയ്യുന്ന മെഷീൻസിനൊക്കെ വാറണ്ടി ഒക്കെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? വാറണ്ടി 1 ഇയർ സൈറ്റ് വാറണ്ടി. അത് എവിടെയാണോ മെഷീൻ ഇരിക്കുന്നത് അവിടെ 1 ഇയർ സൈറ്റ് വാറണ്ടി. അതിനുശേഷമുള്ള സർവീസും ആഫ്റ്റർ സർവീസും അതേപോലെ തന്നെ സൈറ്റിൽ ചെന്ന് ചെയ്ത് കൊടുക്കും. എത്രയാണ് KMK ബേക്ടെക്കിന്റെ വിശേഷങ്ങൾ. അല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊക്കെ തരത്തിലുള്ള അടുപ്പുകളാണ് നമ്മൾ കണ്ടത്. അത് ചെറുതുണ്ട്, വലുതുണ്ട്, പൊറോട്ട ചൂടാനുള്ള അടുപ്പുണ്ട്, അതേപോലെ തന്നെ മന്തിയും ബിരിയാണി വെക്കാനുള്ള വലിയ സൈസുള്ള അടുപ്പുകളും, ഇങ്ങനെയുള്ള പല അടുപ്പുകൾ. ഇത് മാത്രമാണോ? അടിപൊളിയായിട്ട് ഒരു ഓഫറും കൂടി നമുക്കിത് ഈ ഒരു ഓണത്തിലേക്ക് വരുന്നുണ്ട്. വെറും 20 പേർക്ക് അതിന് ചാൻസ് ഉള്ളൂ. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഉണ്ട്. വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.